Hello. Welcome to Market Discussion of the Day. Today, March 17th, 2026. ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മൺഡേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ഈ ക്ലാസ്സസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ എനിക്കൊരു ഒറ്റയൊരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറയുക, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ എക്കണോമിക് കലണ്ടർ ഇരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു പോകാം. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. 5:45 ആ ഒരു ന്യൂസ് വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം 7:30 പെൻഡിങ് ഹോം സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല, പക്ഷേ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് അവെയർ ആയിട്ടിരിക്കുക, ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്, ദർ ഈസ് ആൻ എക്കണോമിക് കലണ്ടർ ബേസ്ഡ് ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ പക്ഷേ നമുക്ക് നാളെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ FOMC പ്രസ് കോൺഫറൻസ്, അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാളെ വൈകുന്നേരം 6:30 ശേഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ് അല്ലേ. സോ ബേസിക്കലി ഗോൾഡ് ഇപ്പോൾ ഒരു വാർ നടന്നുകൊണ്ടിരിക്കുക. ഈ വാർ നടക്കുമ്പോഴും എന്തുകൊണ്ട് ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നില്ല അല്ലേ? സോ ബേസിക്കലി അതിനുള്ള മെയിൻ റീസണെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് US ഡോളറിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് ആക്ച്വലി വാർ വന്നിട്ട് പോലും ഗോൾഡിൻ്റെ റേറ്റ് കൂടാത്തത്. ഓക്കെ, സോ US ഡോളറിൻ്റെ റേറ്റ് കൂടുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കത്തില്ല. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇതാ ഫെഡ് ഫണ്ട് റേറ്റ് എന്ന് കിടക്കുന്നുണ്ടാവും. സോ അത് കഴിഞ്ഞ വട്ടം 3.75 ആയിരുന്നു, ഈ വട്ടം ഫോർകാസ്റ്റ് ചെയ്തേക്കുന്നത് 3.75 ആണ്. ഓക്കെ, സോ ഇത് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദിസ് വിൽ ബി ഇൻക്രീസ്ഡ് എന്നുള്ള ഒരു അനുമാനത്തിലാണ് ആക്ച്വലി ഈ വാർ നടന്നിട്ട് പോലും ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാത്തത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നാളത്തെ ന്യൂസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ എന്താ പറയുക, അപ്പം അത് ഇനി കൂട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അപ്പം നമുക്ക് നാളെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ ചിലപ്പം ഇന്നും നാളെയൊക്കെ നമ്മൾ വളരെ ചെറിയ മൂവ്മെൻറ്റ് ഗോൾഡിൽ കാണാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. ഓക്കെ, സോ വേറെ വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഒരു ചെറിയ റേഞ്ചിനകത്ത് കിടക്കുന്ന ഒരു ഗോൾഡിനെ ആയിരിക്കും നിങ്ങൾ മിക്കവാറും ഇന്ന് നാളെയും കാണാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മുടെ എക്കണോമിക് നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ, അല്ലെങ്കിൽ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താ പറയുക, നമ്മുടെ കാർക്ക് ഐലൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യം, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓയിൽ എക്സ്പോർട്ട് ഹബ് ഓഫ് ഇറാനാണ്. അത് എന്ത് ചെയ്തു, ഇസ്രയേലും US സ്ട്രൈക്ക് ചെയ്തു, അവിടെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളത് വലിയ ഒരു എന്താ പറയുക, ഓയിലിൻ്റെ പ്രൈസ് $100 മുകളിൽ പെർ ബാരലിലോട്ട് കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ ഇങ്ങനത്തുള്ള കേസൊക്കെ ഗോൾഡിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഗോൾഡ് മുകളിലോട്ട് പോകേണ്ട ഒരു കാര്യങ്ങളാണിതൊക്കെ. പക്ഷേ എന്ത് സംഭവിച്ചു, ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് സെൽ ഗോൾഡ് ടു കവർ ലോസസ് ഇൻ ഇക്വിറ്റീസിലുള്ള ലോസസ് കവർ ചെയ്യാനായിട്ട് ഗോൾഡ് സെല്ല് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിനകത്ത് വലിയൊരു മാറ്റം നമ്മൾ കണ്ടില്ല. ഗോൾഡ് വീണ്ടും 5000-ന് വന്ന് കിടക്കുന്നു. അതേപോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ അൺസർട്ടനിറ്റി, അത് എന്താ പറയുക, വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഭയം നമ്മുടെ നാട്ടിൻപുറത്ത് പോലും, ഇവിടുത്തെ പല ഹോട്ടലുകൾ പോലും അടച്ചുപൂട്ടി അല്ലേ, നമുക്കറിയാം അല്ലേ. സോ ബേസിക്കലി ഇതും എന്താ പറയുക, നമ്മളുടെ ആക്ച്വലി ഗോൾഡിനകത്ത് വലിയൊരു ഗോൾഡ് ആസ് എ സേഫ് ഹെവൻ, ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ആൾക്കാർ കൂടുതലും US ഡോളർ എന്ന് പറയുന്ന സേഫ് ഹെവനിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ നടത്തുന്നു. ഓക്കെ, കാരണം US ഡോളറും ഒരു സേഫ് ഹെവൻ തന്നെയാണ്. അതുകൊണ്ടിട്ട് തന്നെ ആൾക്കാർ അതിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടിട്ട് ഗോൾഡിനകത്ത് ഒരു വലിയ രീതിയിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, സോ അതേപോലെ തന്നെ 15% താരിഫ്, എന്താ പറയുക, 10% 15% ഗ്ലോബൽ താരിഫ് ഹൈക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതെല്ലാം കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ ഒരു അത് നമ്മൾ ഇങ്ങനെ ആക്രമിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ആക്രമിച്ചിട്ട് എന്ത് സംഭവിച്ചു, അതെങ്ങനെ ഗോൾഡിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ള പറഞ്ഞില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, സോ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെഡ് റിസർവ് അതിൻ്റെ മീറ്റിംഗ് ആണെന്ന്. നാളെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. 17-ാം തീയതി 12-ാം തീയതി ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക, നമ്മൾ മാർക്കറ്റ് നോക്കാൻ നേരത്തത് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഗോൾഡിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് മെയിനായിട്ടും ഗോൾഡ് വലിയ രീതിയിലോട്ട് മുകളിലോട്ട് കയറി പോകാത്തത് ബിക്കോസ് ഓഫ് ദ റൈസിങ് ട്രഷറി ഈൽഡ്. ഓക്കെ, സോ US ട്രഷറി കഴിഞ്ഞ 10 വർഷത്തെ എന്താ പറയുക ട്രഷറി ഈൽഡ് വന്നിട്ട് 4.25% ആയി. ഓക്കെ, സോ കഴിഞ്ഞൊരു 10 വർഷത്തെ ഹൈ ആണ്. അതായത് US ബോണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 4.25% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ആൾക്കാർ കൂടുതലും എന്ത് ചെയ്യുന്നു, അത് ഹോൾഡ് ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നതിലൂടെ ദർ ഈസ് നോ ഈൽഡ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ US ബോണ്ട് ഹോൾഡ് ചെയ്യുന്നതിലൂടെ ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയും അത് എന്താ പറയുക അത് നല്ലത് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ആൾക്കാർ കൂടുതലും US ബോണ്ടിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈമിൽ ബേസിക്കലി ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നില്ലല്ലോ എന്ന് ആൾക്കാർ പറയുന്നത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് ബൈങ്ങിൽ ഹിറ്റ് റെക്കോർഡ് ലെവൽ ഇൻ 2026. ഓക്കെ, സോ അതിനകത്ത് വൺ ഓഫ് ദ മെയിൻ റീസൺ നമ്മുടെ ബ്രിക്സ് അലയൻസ് എന്താ പറയുക, അവർ ഡോളറൈസേഷൻ ആക്സിലറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, $5,000 പെർ ഔൺസിന് $5,000 എന്ന് പറയുന്നത് ഒരു ഫ്ലോർ ആക്കി വെച്ച് അതിനെ ഒരു എന്താ പറയുക 5,000 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബെഞ്ച് മാർക്കാക്കി വെക്കുക എന്ന് പറയത്തില്ലേ. സോ അതിൻ്റെ താഴോട്ട് പോകാതെ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ് സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് മേടിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഗോൾഡിൻ്റെ ആ ഒരു വലിയ രീതിയിലുള്ള ഹൈപ്പ് നമ്മൾ കാണുന്നില്ല. സോ ഇന്നലെയും ടെക്നിക്കൽ വൈസിലോട്ട് പോകുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള, ഇന്നലെയും നമ്മൾ പറഞ്ഞു ഗോൾഡിനകത്ത് വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇന്നലെ പ്രതീക്ഷിക്കരുത്. 4,980 5,30 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും എന്ന് പറഞ്ഞു. ആ റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഇന്നലെ, അല്ലേ? ആ റേഞ്ചിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാർക്കറ്റ് പോയിട്ടില്ല. സോ ഇന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 5,000 to 5,045. ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു എക്സ്റ്റെൻഡ് ആയാൽ 5,060 വരെ ആയിരിക്കും ഇന്നത്തെ ഗോൾഡിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് പോസിബിലിറ്റി വേറൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ. ഓക്കെ, സോ നമുക്ക് നേരെ ഗോൾഡിൻ്റെ ബൈ ആൻഡ് സെൽ ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPY സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്, ബ്രോക്കർ നോക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. നിങ്ങൾ ഏതൊരു കമ്പനി എടുത്താലും അതിൻ്റെ റെഗുലേഷൻ നോക്കണം. ഓക്കെ, നിങ്ങൾ റെഗുലേഷൻ കമ്പനി പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും UAE ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ ഉണ്ട്. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഓക്കെ, സോ ഇതെല്ലാം മേജർ റെഗുലേഷൻ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ $100,000 വരെ കമ്പനി എന്താ പറയുക നമ്മളുടെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾ റെഗുലേഷനിലോട്ട് പോവുക, ഇൻഷുറൻസിലോട്ട് പോവുക, സ്പോൺസർഷിപ്പിലോട്ട് പോവുക. സ്പോൺസർഷിപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ഈ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന കമ്പനിയാണ്. NBA സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ ട്രേഡിംഗ് ഡെപ്പോസിറ്റ് ബോണസ് തന്നെയാണ്. സോ അത് അവസാനിക്കാൻ പോവാണ്. മാർച്ച് 31-ാം തീയതി വരെയാണ് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ബോണസ് ഉള്ളത്. ഓക്കെ, സോ മാർച്ച് 31-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസയുടെ 50%, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസ് നമുക്ക് കമ്പനി തരികയും ചെയ്യും. ഓക്കെ, അത് വലിയൊരു കാര്യമാണ്. ആക്ച്വലി ഒരു $1,000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $380 കിട്ടുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഈ പറയുന്ന 20% ബോണസ് കിട്ടും എന്നുള്ളതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും. സോ ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് കയറി പോകാവുന്നതുമാണ്.
ഓക്കെ. സോ സപ്പോസ് ആ ലിങ്ക് നിങ്ങൾ യു എയിലുള്ള ആൾക്കാരാണ് എങ്കിൽ എന്താണ് പ്രത്യേക ഒരു ലിങ്കാണ്, ആ ലിങ്കും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ ജസ്റ്റ് ഒരു മിനിറ്റ്. യെസ്. സോ ഭയങ്കര ചൂട് ഇവിടെ, അപ്പോൾ ഞാൻ വിട്ടുപോയി ഇതിടാനായിട്ട്, AC ഇടാനായിട്ട്. ഓക്കെ. സോ എന്താ പറയുക, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ USD/JPY പോകാം. USD/JPY വലിയ ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്, ഒരു ബൈ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ. സോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മളുടെ USD/JPY എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. USD/JPY സ്റ്റാൻഡിങ് അറൗണ്ട് 159.27. ഓക്കെ. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എന്നുള്ളൊരു കാര്യത്തിനകത്ത് ഇന്നലെ നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് കണക്ക് തന്നെ സംഭവിച്ചു അല്ലേ. സോ 159.70 അവിടെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്, മനസ്സിലായില്ലേ. സോ 162 എന്ന് പറയുന്ന USD/JPY ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ. സോ USD/JPY. സോ ബാക്കി എല്ലാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. GBP USD എടുത്തോ, യൂറോ USD എടുത്തോ, ഇതെല്ലാം ഭയങ്കര വലിയ ഹൈറ്റിൽ നിൽക്കുകയായിരുന്നു അല്ലേ. കഴിഞ്ഞ ഒരു മാസം മുന്നേ ആയിട്ട് 1.1800 1.200 വരെയൊക്കെ ഈ യൂറോ എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ GBP USD എത്തിയിട്ടുണ്ടായിരുന്നു 1.38 നിൽക്കുകയായിരുന്നു മാർക്കറ്റ് ഒരു മാസം മുന്നേ ഒക്കെ. ഓക്കെ. സോ അവിടെ നിന്ന് എന്ത് സംഭവിച്ചു? കാരണം US ഡോളറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കറൻസീസിൻ്റെ റേറ്റ് കുറയുകയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. പക്ഷെ നേരെ മറിച്ച് USD/JPY എന്ന് പറയുന്ന കറൻസിയിൽ USD എന്ന് പറയുന്നതാണ് ബേസ് കറൻസി, അത് മനസ്സിലാക്കുക. സോ USDക്ക് എന്താ പറയുക, അതിന് വാല്യൂ കൂടുമ്പോൾ USD/JPY എന്ന് പറയുന്ന കറൻസി പെയറിൻ്റെ വാല്യൂ കൂടുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ആക്ച്വലി എന്താ പറയുക USD/JPY മുകളിലോട്ട് പോകുന്നത്, മനസ്സിലായില്ലേ. സോ USD/INR എന്ന് പറയുന്ന കറൻസി പെയറിൻ്റെ റേറ്റ് കൂടുകയായിരിക്കും. കാരണം US ഡോളറിൻ്റെ റേറ്റ് കൂടുകയല്ലേ. US ഡോളറാണ് ഇവിടെ എന്താണ് ബേസ് കറൻസി എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ബേസിക്കലി 162 നമ്മുടെ JPYയുടെ ഓൾ ടൈം ഹൈ അല്ല, 2000 ശേഷമുള്ള ഓൾ ടൈം ഹൈ. ഓക്കെ. സോ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു വട്ടം. ഓക്കെ. ഈ ഒരു വട്ടം നമുക്ക് 162 വരെയൊക്കെ മാർക്കറ്റ് എത്താം എന്നുള്ള കാര്യം നമ്മൾ നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം ആണ് എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക, അത് തള്ളിക്കളഞ്ഞുകൂടാം. ഓക്കെ. സോ ഈ USD/JPY നമുക്ക് 159.27 നിൽക്കുന്നു. ഇവിടെ നമുക്ക് ഉള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനായിട്ടുള്ള എന്താ വെച്ചാൽ 158.40 158.60 അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ. സോ ബേസിക്കലി അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് 157.80 അവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വിട്ടു പോകണം എന്നുള്ളതാണ്. ഓക്കെ. സോ നേരെ മറിച്ച് നമുക്ക് 159 താഴെയായിട്ട് മാർക്കറ്റ് ഇന്ന് യൂറോപ്പ് മാർക്കറ്റ് ഓപ്പണിങ്ങിനും ഏഷ്യൻ മാർക്കറ്റ് ടൈമിങ്ങിനും 159 താഴെ പോയില്ലെങ്കിൽ ഈവൻ 159 താഴെയായിട്ട് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 159 അടുത്തൊക്കെ ആയിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 158.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം, അത് നിർബന്ധമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. സെൽ സെറ്റപ്പിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓക്കെ. സോ നേരെ മറിച്ച് നമുക്ക് 160 മുകളിലായിട്ടൊരു ബ്രേക്ക് ഔട്ട് ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സോ അത് ഇന്ന് വേണ്ട, നമുക്ക് നോക്കാം. കാരണം മാർക്കറ്റ് അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. ബിക്കോസ് മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ എന്താണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്, അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ തൊട്ടു പിറ്റേന്നത്തെ ദിവസം. ഓക്കെ. സോ അതുകൊണ്ടിട്ട് ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും മാർക്കറ്റ്. റേഞ്ച് വിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് 160 മുകളിലായിട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. 160 തന്നെ ഒന്നുകൂടെ റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വന്ന് ചിലപ്പോൾ ഒന്നുകൂടെ 158 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു $200 ടൈറ്റായിട്ടുള്ള ഒരു റേഞ്ച് ആയിരിക്കും ഇന്ന് JPYയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ. സോ നമുക്ക് നേരെ GBPയിലോട്ട് പോകാം. GBPയും വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ബിക്കോസ് GBP ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട് വ്യാഴാഴ്ച, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. സോ വലിയ ടൈറ്റ് ആയിട്ടുള്ള റേഞ്ച് തന്നെ ആയിരിക്കും GBPയിൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും മെയിനായിട്ടുള്ള ഒരു പോക്കൊക്കെ പോകാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും വരുന്നുണ്ട് അല്ലേ. സോ കറൻ്റ്ലി ബേസിക്കലി ബെയറിഷ് ആണ് USD/JPY. നമുക്കൊരു എന്താ പറയുക
സെൽ സെറ്റപ്പ് ഉള്ളത് 1.3400 ഒക്കെ അടുത്ത് നമുക്ക് കിട്ടിയാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 1.3385 ൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 1.3250 എന്ന് പറയുന്ന ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു പുൾ ബാക്ക് കിട്ടിയാൽ നമുക്ക് എന്താ പറയുക 1.3200 ഒക്കെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, സോ നേരത്തെ പോയ ലോ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് ഇതിൻ്റെ ഒക്കെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റായിട്ട് വെക്കാം, 1.3180 താഴെ വെക്കാം, അല്ലെങ്കിൽ സേഫായിട്ട് വെക്കണമെങ്കിൽ 1.3160 താഴെ വെച്ചാലും മതിയാവും. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോയും ഒരു ട്രെൻഡ് എന്താ പറയുക ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് കാണിക്കുന്നുണ്ട്, പക്ഷേ ലോങ്ങർ ടേമിൽ ബെയറിഷ് തന്നെയാണ്. ഓക്കെ, സോ ബേസിക്കലി എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളത് 1.1550 അവിടെയാണ്. സോ 1.1550 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ സെല്ല് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ലോസ് 1.1585 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 1.1410 ഒക്കെ എടുത്ത് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ സപ്പോസ് 1.1400 ഹോൾഡ് ചെയ്തില്ല എങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 1.1300 ആയിരിക്കും യൂറോയിൽ. ഓക്കെ, സോ യൂറോ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡിലോട്ട് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാക്കി പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം. 5038 നിൽക്കുന്നു. സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ പറഞ്ഞു 5000 to 5045. ഒരു ഫർദർ കേസസിൽ ഇത് 5045 US സെഷൻ വരെ. US സെഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു 5060 അല്ലെങ്കിൽ എവിടെ പോകുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്, ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു പുൾ ബാക്ക് കിട്ടി ഒരു 5000 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ 5000 റേഞ്ചിൽ ബൈ ചെയ്യുന്ന ആൾക്കാർ സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താ പറയുക ഇന്നലത്തെ ലോയുടെ താഴെയായിട്ടാണ്, 4971 താഴെയായിട്ട് ഒരു $40-50 സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. അതനുസരിച്ച് നിങ്ങൾ ലോട്ട് സൈസ് തീരുമാനിച്ചാൽ മതിയാവും. ഓക്കെ, സോ നേരെ മറിച്ച് നമുക്കൊരു പുൾ ബാക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 5052 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്ത് ഒരു 4 അവർ ക്യാൻഡിലും സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ 5052 മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ അതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു 2 ഓപ്പർച്യൂണിറ്റികൾ പറയാനായിട്ടുള്ള. 5052 മുകളിലായിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാർ മിനിമം 5000 സ്റ്റോപ്പ് ലോസ് നമുക്ക് 5030 വളരെ ഇതാവും. 5045 താഴെയായിട്ടൊക്കെ ടൈറ്റായിട്ട് വെക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അല്ലെങ്കിൽ 5040 താഴെയായിട്ട് വെക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മുടെ പുതിയ ബാച്ചിലോട്ട് ആൾക്കാരുടെ അടുത്ത് പറയുക പുതിയ ബാച്ചിൻ്റെ കാര്യം. സ്റ്റാർട്ട് ട്രേഡറിൽ അക്കൗണ്ട് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ എടുത്ത് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.